ഷൺമുഖപ്രിയൻ സംവിധാനം ചെയ്ത സിനിമയാണ് ലവ് മാരേജ്. ഇത് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു സാധനം എവിടെയോ കണ്ടിട്ടുള്ളതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. അത് കുറേ സീനൊക്കെ അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഏതാണെന്ന് ഞാൻ മറന്നുപോയി. എന്തെങ്കിലും ആവട്ടെ. ഇത് എന്ന് പറയുന്നത് വിക്രം പ്രഭു ഒരു 90s കിഡ്സാണ്. 33 വയസ്സായിട്ടുണ്ട്. അപ്പോൾ 25 വയസ്സ് മുതൽ കാണുന്ന പെണ്ണിനെയൊന്നും യവൻ ഇഷ്ടപ്പെടുന്നില്ല. 33 വയസ്സായപ്പോഴേക്കും യവനെ ഒരു പെണ്ണിനും ഇഷ്ടപ്പെടുന്നില്ല. കാരണം മറ്റേ അമ്മാവനായി തന്ത വൈബായി ഏജായി. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴത്തെ 90 കിഡ്സ് അനുഭവിക്കുന്നുണ്ട്. 2K പിള്ളേർക്ക് 2K പിള്ളേരെയാണ് ഇഷ്ടം. 90സിലുള്ള പെൺപിള്ളേരൊക്കെ ഏകദേശം കല്യാണം കഴിഞ്ഞ് പോകാറായി. ബാക്കിയുള്ള ഈ 90 കിഡ്സൊക്കെ തന്തക്കളവന്മാരായി എന്നുള്ളൊരു ഇതിലാണ്. അപ്പം ബാക്കി യങ്ങർ ജനറേഷനുമായിട്ട് അങ്ങോട്ട് മാച്ച് ആവുന്നില്ല. അതുകൊണ്ട് അവരുടെ ഒരു അങ്കിൾ വൈബ്. മറ്റേ ജയേഷിൻ്റെ കല്യാണം ഉണ്ടല്ലോ, ജയേഷിൻ്റെ കല്യാണം ഒരു ജാതകത്തിലുള്ള പോലത്തെ ഒരു ഇത്, അതാണ് ചെറുക്കനും അനുഭവിക്കുന്നത്. അങ്ങനെ വിക്രം പ്രഭുവിന് ഒരിടത്തും ഈ പെണ്ണ് കെട്ടാതെ വരികയാണ്. അവസാനം ജാതിയും മതവും പിന്നെ അങ്ങോട്ട് ഡിമാൻഡ്സ് കുറയുമല്ലോ, സ്ത്രീധനം ജാതി ഇതൊക്കെ കുറേ. അങ്ങനെ വേറെ ഒരു ജാതിയിൽപ്പെട്ട പെൺകുട്ടിയെ കുറേ ഡിസ്റ്റൻസ് ഉള്ള ഒരു കല്യാണം ഏകദേശം സെറ്റാവുകയാണ്. ആ കല്യാണത്തിന് ഇവരെല്ലാവരും കൂടി എൻഗേജ്മെൻറ്റിന് പോവുകയാണ്. കല്യാണത്തിന് മുന്നോടിയായിട്ട് എൻഗേജ്മെൻറ്റിന് പോയി അവിടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ അങ്ങ് സ്റ്റക്കാവുകയാണ്. ഈ ആണ് വീട്ടുകാരും ബന്ധുക്കളും എല്ലാവരും കൂടി അവിടെ അങ്ങ് ആണ് വീട്ടുകാരും പെണ്ണ് വീട്ടുകാരും ഒരു വീട്ടിൽ താമസിക്കേണ്ട അവസ്ഥ വരുന്നു. പയ്യനും പെണ്ണും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് രസകരമായ മൊമെൻറ്റ്സ് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ നൽകിയാണ് സിനിമയുടെ പ്ലോട്ട്. ഇത് ഞാൻ പറഞ്ഞില്ല, ഈ സാധനം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അവിടെ നിന്ന് നമ്മൾ വിചാരിക്കും ഇത് അതിൽ കുറേ കഥാപാത്രങ്ങളുണ്ട് കേട്ടോ. കുറേ പേരിപ്പം ഇവരിൽ ഒന്നാമതേ ജാതി വേറെയാണെന്നുള്ള ഒരു വിഷയങ്ങളുള്ള ആൾക്കാർ ഇവരുടെ ഇടയിലുണ്ട്. കല്യാണത്തിന് വലിയ താല്പര്യമൊന്നും ഇല്ലാതെ നമ്മുടെ വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിന് എങ്ങനെയും പോട്ടെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ മറ്റേ ചൊറിയൻ അമ്മാവന്മാരും ടീമുകളൊക്കെ ഈ കല്യാണത്തിൻ്റെ ഈ എൻഗേജ്മെൻറ്റിൻ്റെ കൂടെയൊക്കെ വരുന്ന ടീമുകളുണ്ട്. ഇവരെല്ലാവരും ഒരിടത്താണ്. പയ്യൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും. ഇവർ നേരെ കാര്യമായിട്ട് പരിചയപ്പെട്ടിട്ടുമില്ല, പയ്യനും പെണ്ണും തമ്മിൽ നേരെ കണ്ടിട്ട് പോലും ഇല്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർ ഒരുമിച്ച് താമസിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഒരു ദിവസമല്ല, ഒരുപാട് ദിവസം അങ്ങനെ താമസിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു കോൺഫ്ലിക്ട്സുകളായിട്ട് നല്ല രസകരമായിട്ട് തന്നെ സിനിമ മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെ വിക്രം പ്രഭുവിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇത്രയും നന്നായിട്ട് അഭിനയിക്കും എന്നുള്ളത്. ഇപ്പോൾ ഈ പടത്തിൽ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ പോകുന്നതിൻ്റെ ഒരു നാണവും പെണ്ണിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റാതെ പുതുമയല്ലേ, സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയും അതേസമയം ഇമോഷണൽ ആവുമ്പോഴും മെച്യൂറായിട്ട് പെരുമാറുമ്പോഴൊക്കെ അയാളുടെ പെർഫോമൻസ് കിടിലായിട്ട് അയാൾ ഒറ്റയ്ക്ക് ആ ക്യാരക്ടറിനെ ആ സിനിമയെ തന്നെ ഹോൾഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സിനിമയിൽ തന്നെ വേറെ അരുൾ ദോസ്, ഒരു ചൊറിയ ഒരു 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 മുണകുണഞ്ച ഒരു ക്യാരക്ടർ. ഈ അരുൾ ദോസിനെ വന്ന് വലിച്ച് കീറി വെക്കാൻ തോന്നും. എവിടെ എന്ത് സംസാരിക്കുന്നുണ്ട് എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കുക, ചൊറിയുക, വേറെ തന്നെ വീട്ടിലാണ് താമസിക്കുന്നതിനുള്ള ബോധം ഇല്ലാതെ ഇരിക്കുന്നത്. അങ്ങനെ കുറേ കഥാപാത്രങ്ങളുണ്ട്. ഒരു ഡ്രൈവർ, ക്ലീനർ, പിന്നെ ഒരു വെള്ളം ഒഴിക്കുന്ന അമ്മാവൻ. അവിടെ ഈ പെണ്ണിൻ്റെ വീട്ടിൽ തന്നെ ഒരു എല്ലാത്തിനും കൂടി ആളിനോളായിട്ട് നിൽക്കുന്ന നമ്മളെ മെയ്യഴകനെ പോലത്തെ ഒരു ക്യാരക്ടറുണ്ട്. പക്ഷേ അവൻ്റെ ആത്മാർത്ഥത കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, എല്ലായിടത്തും കയറി ഇടപെട്ട് സംസാരിച്ച് അത് ചെയ്ത അണ്ണൻ്റെ പേര് ഞാൻ പറഞ്ഞു. അങ്ങനെ നല്ല പെർഫോമൻസ് ആണ്. ഇങ്ങനെ കുറേയേറെ കഥാപാത്രങ്ങളെ കൊണ്ട് നിർത്തി ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി വയ്ക്കുമ്പോഴേക്കും ഏത് രീതി വേണമെങ്കിലും ഇതിനൊക്കെ ക്യാരക്ടർ ആർക്ക് കൊടുത്ത് ഇവർക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഈ രണ്ട് കുടുംബങ്ങൾക്ക് മാറിപ്പോകാനുള്ളൊരു ഓപ്ഷനില്ല, അവിടെ സ്റ്റക്കായി പോവുകയാണ്. അപ്പം ഒരു ബിഗ് ബോസ് പോലെ കുറേ ആൾക്കാരെ ഒരിടത്ത് കൊണ്ടിട്ടിട്ട് ഭയങ്കര രസകരമായിട്ട് കോമഡിയായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്ലോട്ട് ഉണ്ടായിരുന്നു, കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അതിലേക്കൊന്നും അവർ മുതിർന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ കുറേ ക്യാരക്ടറിനെ രജിസ്റ്റർ ചെയ്ത് വെച്ചു. ഫസ്റ്റ് ഹാഫൊക്കെ നല്ല രസത്തിൽ തന്നെ പോയി. എന്നാൽ കോമഡി ഭയങ്കരമായിട്ടൊന്നുമില്ല. ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു കോമഡികളുണ്ട്. എൻഗേജിങ് ആയിട്ട് തന്നെ ഫസ്റ്റ് ഹാഫ് പോകുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒന്ന് ലെവലിൽ കയറ്റി നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്ലോട്ട് ഉണ്ടായിട്ട് അതിനൊന്നും മെനക്കെടാതെ ഒന്ന് രണ്ട് കഥാപാത്രങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരു പ്രണയം മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയ ഒരു സിനിമയാണ്. പക്ഷേ അത് വർക്കായിട്ടുണ്ട്. ആ ഒരു പ്രണയം, ആ ഒരു റിലേഷൻഷിപ്പ് അത് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം സാധ്യതകളുണ്ടായിരുന്ന ഒരു സിനിമ വെറും ഒരു സാധാരണ സിനിമയായിട്ട് മാറിപ്പോയതായിട്ടാണ് എനിക്ക് ഈ പടം തോന്നിയത്. സുസ്മിത ഭട്ട്, അതായത് നമ്മുടെ ഡൊമിനിക്കിലെ നായിക, അതുപോലെ തന്നെ മീനാക്ഷി എന്നൊരു കൊച്ച്, ഇവർ രണ്ടുപേരുമാണ് മെയിൻ റോളിൽ വന്നിരിക്കുന്നത്. നല്ല പെർഫോമൻസ് ആയിരുന്നു. എസ്പെഷ്യലി മീനാക്ഷി അടിപൊളിയായിരുന്നു. ഇവിടെ തന്നെ സീൻ റോൾഡൻ്റെ പാട്ടുകൾ ഒന്ന് രണ്ട് കിടുക്ക് പാട്ടുകളുണ്ട് ഈ പടത്തിൽ. നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിൻ്റെ ലവ് മാരേജ് സോങ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഉള്ള നോക്കി നോക്കും, നല്ല അടിപൊളി പാട്ടുകൾ കേൾക്കാൻ പറ്റും. ഇത് ഒക്കെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് പോകുമ്പോഴേക്കും പിന്നെ സത്യരാജ് വരുന്നു. സത്യരാജിൻ്റെ ഒരു ക്യാമിയോ, ഒരു വെറുപ്പിക്കൽ, ഒരു ആവശ്യമില്ലാത്തൊരു ക്യാരക്ടർ. അത് അങ്ങനെ ഒരാളെ ഇത്രയും ഹെവി ആയിട്ട് കൊടുത്ത് കാണിക്കേണ്ട ഒരു സാധനമൊന്നുമില്ല. ജസ്റ്റ് ഒരു ഉദ്യോഗസ്ഥൻ വന്ന് പറഞ്ഞാലും സംഭവം അത് തന്നെ ആയിരിക്കും ഔട്ട്പുട്ട് ഉണ്ടാകാൻ പോണത്. എന്നിട്ട് സത്യരാജിൻ്റെ ഒരു സാധനം കൊടുത്തിട്ട് വെറുപ്പിച്ച് കുറച്ച് നേരം. പിന്നെ കുറേ പാട്ടുകൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്.
ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കുറേ പേരെ ഇങ്ങനെ എടുത്തിട്ടിട്ട് അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ആർക്ക് കൊടുത്ത് പോകണമല്ലോ. ഒന്നുമില്ല, കുറച്ച് ക്യാരക്ടേഴ്സിനെ രജിസ്റ്റർ ചെയ്ത് വയ്ക്കുക, അവരവിടെ കിടക്കുക, അത്രയേ ഉള്ളൂ. അതിനെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരു പരിപാടി ശ്രമിച്ചിട്ടില്ല. അതിൽ തന്നെ ഒരു പലയിടത്തും ലോജിക്ക് ഇല്ലായ്മയുണ്ട്. ഇത്രയും പേര് കട്ടി കിടക്കണം എന്തിലൂടെ അവർക്ക് പോകാൻ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഇങ്ങനെ എന്തോ തടങ്കല്ലായതുപോലെ അങ്ങനെ ഒന്നുമില്ലല്ലോ. എന്തെങ്കിലും ഇത്രയും പേരില്ലേ, എന്തെങ്കിലുമൊക്കെ രീതിയിൽ 1-2 പേർക്കെങ്കിലുമൊക്കെ മാറിപ്പോയായിരുന്നു. എല്ലാവരും വലിയ കഷ്ടപ്പെട്ട്. അത് മാത്രമല്ല, ഈ അരുൾ ദോസിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഹെവി സാധനങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിനൊന്നും ഒരു റെസ്പോൺസും ഇല്ല. പെണ്ണ് വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഒന്നുമില്ല, വെറുതെ ഒരു പെണ്ണ് വീട്ടുകാരെന്നുള്ള രീതിയിലായിപ്പോയി. ഇവർ പറയണ ഇതും വച്ചിട്ട് വീണ്ടും ഇങ്ങനെ ത്യാഗം സഹിച്ച് ഇവരെന്തിന് മുന്നോട്ട് പോകുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള തോട്ട് വരുന്നു. അതുപോലെ ഈ നായകൻ പലയിടത്തും മണ്ടനായിട്ടൊക്കെ തോന്നി. അവയുടെ ഇത്രയും പ്രകടമായിട്ട് കണ്ടിട്ടും ഇവന് മനസ്സിലായില്ലേ ഇതിങ്ങനെയാണ് എന്നുള്ളത്. ഇവന് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവനില്ല. 33 വയസ്സായെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ കറക്റ്റ് പ്രെഡിക്റ്റബിളാണ്. ഒരു മെസ്സേജ് വരുന്നു, ഇതൊക്കെ സംഭവം നമുക്ക് അപ്പോഴേ മനസ്സിലാവും ഇത് സംഭവം മറ്റതാണ്. ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ട് അതിനൊന്നും ഒരു പുതുമയും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ട്വിസ്റ്റ് പോലെയൊക്കെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അവർ ഫോക്കസ് ചെയ്തത് ഇത് മാത്രമാണ്, ആ പ്രണയം. അത് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് 90 കിഡ്സിന് പലയിടത്തും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മെസ്സേജുകൾ, തോട്ട്സുകൾ ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രായമല്ല പ്രധാനം, നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കുക, നമ്മൾ കംഫർട്ടബിൾ ആവുന്നത് എപ്പോഴാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു തോട്ടാണ്. എന്ന് പറഞ്ഞാൽ പ്രായമൊക്കെ ഒരു പ്രശ്നം തന്നെ കേട്ടാണ്. ഒരു 37-38 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കെട്ടിക്കഴിഞ്ഞാലും വലിയ പിള്ളേർ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് ഫേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഇത് തന്നെ സിനിമയിൽ പറയുമ്പം കൊള്ളാം എന്നുള്ളത്. സമയങ്ങളിലൊക്കെ പെണ്ണ് കെട്ടി എല്ലാവരും പണ്ടാൻ തുടങ്ങി പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ കുറേ പാട്ടുകൾ ഇതോ കുത്തിക്കറ്റി കുറച്ച് ഇഴയുന്നുണ്ടെങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ സിനിമ ഒരിക്കൽ കാണാം കേട്ടടേ. തിയേറ്ററിൽ തന്നെ നിർബന്ധമായിട്ട് പോയി കാണേണ്ട പടമായിട്ടൊന്നും എനിക്ക് തോന്നിയൊന്നുമില്ല. OTT വരുമ്പോഴായാലും നമുക്ക് ഒരു സമയം പോക്കിന് വേണ്ടിയിട്ട് കാണാം. കുറേ നല്ല സിനിമോട്ടോഗ്രാഫിക് ആയിട്ടുള്ള ഫ്രെയിംസ് സിനിമയിലുണ്ട്. അതുപോലെ നല്ല കുറേ പെർഫോമൻസസ് ഉണ്ട്. പിന്നെ കുറേ രസമുള്ള 90 കിഡ്സിന് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മോശം എന്നൊന്നും പറയാനില്ല. ഒരിക്കൽ കാണാം. OTTയിലൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് ഒരിക്കൽ കാണാൻ പറ്റുന്ന ഒരു സിനിമ ആയിട്ടാണ് എനിക്ക് ഈ പടം ഫീൽ ചെയ്തത്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തരാ വരട്ടെ.